കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. So in this session, we are discussing BA Economics paper BECC 107. സോ നമ്മുടെ ലേണേഴ്സിനെ TEE ഡിസംബറിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൽ നിന്ന് എടുത്തിട്ടുള്ള കോർ തീംസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ദിസ് ഹോൾ സെഷൻ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് തീമിനെയും അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിനെയും നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ഫോമാറ്റിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 22 ജൂൺ തൊട്ട് 25 ജൂൺ വരെ നമ്മൾ ഒബ്സർവ് ചെയ്ത ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ നിന്നും എടുത്തിട്ട് അതിന്റെ മാർക്ക് സ്ട്രക്ചറും അതുപോലെ അതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം ആ ഒരു സ്കീം കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഒരു ഫ്രീക്വൻസി അനാലിസിസും ഫ്രം ഹാർഡർ ടു ലോ ലെവൽ ആ ഒരു ലെവലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് പ്രോബബിലിറ്റീസും അതിന്റെ പ്രിഡിക്ഷൻസും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് ഹോൾ സെഷൻ എന്ന് പറയുന്നത് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ തന്നെ ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ മിറർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആക്ച്വലി ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഈ ഒരു ഹോൾ സെഷന്റെ എൻഡ് ഭാഗത്താണ് നമ്മൾ അങ്ങനെ ഒരു പേപ്പർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഹോൾ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ ആൻസേഴ്സും അതിന്റെ മാർക്ക് സ്കീമും സ്ട്രക്ചേഴ്സും എല്ലാം തന്നെ നമ്മുടെ ലേൺവൈസ് ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും ആസ് വെൽ ദ ആൻസർ സ്കീംസും നന്നായിട്ട് ഗോ ത്രൂ ചെയ്യണം. സോ ഈ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ടോയ്സെങ്കിൽ നമ്മൾ ടീച്ച് ബാക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഗൈഡ് ലൈനിൽ കൊടുത്തിട്ടുള്ള കോർ തീംസ് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലുള്ള സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ലോ ടു ഹൈ റെലവൻസിലോട്ടേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് ആണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ ടെക്നിക്സ്. 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ഡാറ്റ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡിസൈൻ 1 തവണ. അതുപോലെ ഡിസ്ക്രീറ്റ് വേഴ്സസ് കണ്ടിന്യൂസ് വേരിയബിൾസ് ഇത് 2ഉം 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് ടു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് ഇന്റർവൽ മെത്തേഡ്, ബാർ ഡയഗ്രം, പൈ ഡയഗ്രം, റിലേറ്റീവ് ആൻഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പോളിഗൺ വേഴ്സസ് ഫ്രീക്വൻസി കർവ്, ഒഗേവ് കർവ് 1 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ലോ റിലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, Chibwe's theorem, Skinner's kurtosis and moments. ഓക്കെ, സോ ഈ ഒരു ഡിഫറെന്റ് ടോപ്പിക്സ് ഒരു 6 to 1 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ടോപ്പിക്സ് മീഡിയം ടു ലോ കാറ്റഗറിയിലാണ് ഈ ഒരു ഹോൾ ടോപ്പിക്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് റിഗ്രഷൻ മോഡൽ, കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. റിഗ്രഷൻ മോഡൽ 4 തവണയും, കോറിലേഷൻ 1 തവണയും, റാങ്ക് കോറിലേഷൻ 2 തവണയും, അതുപോലെ ഇൻഡെക്സ് നമ്പർ 5 തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, CPI, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, കോമ്പോണന്റ് ഓഫ് ടൈം സീരീസ്, മൂവിംഗ് ആവറേജ് മെത്തേഡ്സ്, സീസണൽ വേരിയേഷൻ മെഷർമെന്റ്സ്, റേഷ്യോ ടു ട്രെൻഡ് വേഴ്സസ് മൂവിംഗ് ആവറേജ്, ടൈം സീരീസ് മോഡൽസ്. ഇത്രയും ടോപ്പിക്സ് 1 to 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ലൈഫ് ടേബിൾസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് 1 തവണ അപ്പിയർ ചെയ്തു. പ്രോബബിലിറ്റി ഡെഫിനിഷൻ ആൻഡ് ലോസ് 4 ടൈംസ് അപ്പിയർഡ് ആണ്. പ്രോബബിലിറ്റി അപ്ലിക്കേഷൻസ് 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബയസ് തിയറം 2 ടൈംസ്. എക്സോസ്റ്റീവ് വേഴ്സസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് വേഴ്സസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, student distribution, F distribution, probability versus
probability sampling, non-probability sampling methods, systematic random sampling, stratified random sampling. ഇത്രയും ടോപ്പിക്സ് ഒരു 1 to 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ്, സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ, എസ്റ്റിമേഷൻ, പോയിന്റ് വേഴ്സസ് ഇന്റർവൽ ആൻഡ് എസ്റ്റിമേറ്റഡ് പ്രോപ്പർട്ടീസ്, കോൺഫിഡൻസ് ഇന്റർവൽസ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് എറർ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്, 2 സാമ്പിൾ ടെസ്റ്റേഴ്സ്. രണ്ട് തവണ അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 4 കണ്ടിജൻസി ടേബിൾ സെറ്റപ്പ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഡിഫറെന്റ് ടോപ്പിക്സ് നമ്മൾ ഒത്തിരി കോർ തീംസ് പറഞ്ഞു. 2 to 5 ടൈംസോളം അപ്പിയർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. സോ അതിന് നമ്മൾ ഹൈ ടു ലോ സ്കെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ എന്ന് പറയുന്നത് 10 ടൈംസോളം അപ്പിയർ ചെയ്തതാണ്. മീഡിയം എന്ന് പറയുമ്പോൾ 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 ടൈംസ് അപ്പിയറൻസ് കാണാൻ പറ്റും. സോ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിന്റെ ഒരു ബാർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സെക്കൻഡ് ബ്ലോക്കും ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഫോർത്ത് ബ്ലോക്ക് ആൻഡ് തേർഡ് ബ്ലോക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള കോർ തീംസ് ഈ ഒരു ഹോൾ 4 ബ്ലോക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 3 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. യെല്ലോയിഷ് കളർ ടോൺ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലോക്ക് 3ക്കകത്തുള്ള യൂണിറ്റ് 9, ബ്ലോക്ക് 4നകത്തുള്ള യൂണിറ്റ് 12. ഇനി നമ്മൾ യൂണിറ്റ് ലെവലിൽ കീ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് 3ലുള്ള യൂണിവാരിറ്റി സമ്മറൈസേഷനും അതുപോലെ 12ലുള്ള സാമ്പിളിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 6 to 7 ഇൻഡെക്സ് നമ്പേഴ്സും ടൈം സീരീസും അതുപോലെ യൂണിറ്റ് 11. അതുപോലെ തന്നെ അടുത്ത ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 14 ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, യൂണിറ്റ് 7ലുള്ള ടൈം സീരീസ്, യൂണിറ്റ് 3ലുള്ള സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ, യൂണിറ്റ് 6ലെ ഇൻഡെക്സ് നമ്പേഴ്സ്, യൂണിറ്റ് 11ലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ. ഇനി നമ്മൾ BECC ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലോങ് എസ്സേസ് ആണ്. 20 മാർക്സിന് വരുന്നത് 250 to 350 വേർഡ്സിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. സോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളൊരു ഡെഫിനേഷൻ എഴുതണം, അതിന്റെ പ്രോപ്പർട്ടീസ് വിത്ത് എക്സാമ്പിൾസ്. ആൻസർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. നെക്സ്റ്റ് മീഡിയം അനലറ്റിക്കൽ ആൻസേഴ്സ് ആണ്. 12 മാർക്സിന് 150 to 200 വേർഡ്സ് ലിമിറ്റിലാണ് ഇത് വരാറ്. നെക്സ്റ്റ് ന്യൂമറിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷൻ ടൈപ്പ് ആണ്. 20 മാർക്സ് ആണ്. ഒരു ക്ലീൻ സ്റ്റെപ്സ്, ഫോർമുലാസ് ഇതൊക്കെ വെച്ചിട്ടാണ്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഷോർട്ട് നോട്ട്സ് 6 മാർക്സിന് എക്സ്പെക്ടഡ് ആണ്. 18 to 120 വേർഡ് ലിമിറ്റിന്റെ ഉള്ളിൽ ഒരു 3 to 4 ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ വളരെയധികം ക്രിസ്പ് ആയിട്ട് വേണം ഈ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ചും കൂടെ ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. ഡയഗ്രാം ഡിസൈൻ ടാസ്ക് ഒക്കെ 6 to 12 മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട്. ബട്ട് 22 തൊട്ട് 25 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഒബ്സർവ്ഡ് അല്ല അത്. അതുപോലെ തന്നെ MCQസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒന്നും തന്നെ ഒട്ടും ഒബ്സർവ്ഡ് അല്ല. ഇനി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റിന് നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലോങ് എസ്സേസ് 20 മാർക്സിനാണ്. ഒരു ഡെഫിനിഷൻസും ഇതിന്റെ അസംഷൻസ് നിർബന്ധമാണ്. എക്കണോമിക്സ് ആണ് പേപ്പർ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസംഷൻസ് എഴുതുക, ഡെറിവേഷൻസ്, ഡയഗ്രാംസ്, അതിന്റെ ഒരു എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻസ് ഒരു 250 to 350 വേർഡ് ലിമിറ്റിനകത്ത് നമ്മൾ എഴുതി തീർക്കണം. നെക്സ്റ്റ് മീഡിയം അനലിറ്റിക്കൽ പേപ്പേഴ്സ് ആണ്. 12 മാർക്സിന്റെ ആണ്. സോ അതിനും ഒരു കോർ തീം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സും ഡിസ്ട്രിബ്യൂഷൻസും അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. 150 to 200 വേർഡ്സ് ആണ്. ഒരു 3 to 5 ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതുപോലെ 12 to 20 മാർക്സിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ പ്രസന്റ് ഫോർമുലാസും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഷോർട്ട് നോട്ട്സ് 6 മാർക്സിനാണ്. അത് ബുള്ളറ്റിംഗ് ഫോർമാറ്റിൽ എഴുതിയാൽ തന്നെ മതി. ഒരു 3 to 4 ബുള്ളറ്റ്സിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് 53.6 ആണ് ഒരു ആവറേജ് നമ്മൾ കണ്ടുവരുന്നത്. ലാസ്റ്റ് ഒരു 5 സെഷൻസിൽ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 28.5% ആണ്. ബ്ലോക്ക് 2 ബൈവാരിറ്റി ആൻഡ് മൾട്ടിവാരിറ്റി 44.5% ആണ് ആവറേജ് മാർക്സ്. ടോട്ടൽ ഷെയർ 23.4% ആണ്. ബ്ലോക്ക് 3 പ്രോബബിലിറ്റി തിയറി 32% അല്ലെങ്കിൽ 32 ആണ് ആവറേജ് സ്കോർ. 70 ആണ് പെർസെന്റേജ് ടോട്ടൽ ഷെയർ. സാമ്പിളിംഗ് ആൻഡ് ഇൻഫറൻസ് ഇൻ ബ്ലോക്ക് 4 50.4 ആണ് ആവറേജ് സ്കോർ. 31.1% ടോട്ടൽ ഷെയർ. നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇത് 22 ജൂൺ തൊട്ട് 25 ജൂൺ വരെയുള്ള ഡിഫറെന്റ് പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് ഒരു ചാർട്ട് ആക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ഓറഞ്ച് കളറിൽ ലോങ് എസ്സേസും മീഡിയം അനലറ്റിക്കൽ ബ്ലൂ കളറിലും കൊടുത്തിട്ടുണ്ട്.
സോ അത് നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2025 ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മീഡിയം ടൈപ്സ് കുറച്ചും കൂടെ 24 ആകുമ്പോഴേക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ലെവൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബ്ലോക്ക് 1 അതിനകത്തുള്ള യൂണിറ്റ് 3 ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് 3 hours ഉള്ളിലാണ് നമ്മൾ മാക്സിമം ഈ ഒരു പേപ്പറിന് കിട്ടുന്നത്. 100 ആണ് മാർക്സ് വരുന്നത്. ഇപ്പൊ ലോങ് എസ്സേസ് എന്ന് പറയുന്നത് 30%, 55 minutes ഉള്ളിൽ ആ ഒരു ലോങ് എസ്സേസ് മുഴുവൻ നമ്മൾ അറ്റൻഡ് ചെയ്യുക. മീഡിയം അനലറ്റിക്കൽ ഒരു 30% ആണ്. സോ അതിനും ഒരു 55 minutes എടുക്കുക. ന്യൂമറിക്കൽ 22% ആണ്. ഒരു 40 minutes അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഒരു 23 minutes എടുത്തിട്ട് ആൻസർ ചെയ്യുക. പിന്നെ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ചോയ്സസും കമ്പ്യൂട്ടേഷനും ആണ്. മീൻ മീഡിയ മോഡ് ലെവൽ അതാണ് അതിനകത്ത് വേണ്ടത്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ടൈം സീരീസ് കമ്പോണൻസ്, മൂവിംഗ് ആവറേജ്, സീസണൽ വേരിയേഷൻസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫ്രം 21 to 25 June. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഡെഫിനിഷൻസും ഫീച്ചേഴ്സ് വിത്ത് ഡയഗ്രാം 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, സ്റ്റെപ്സ്, റീജിയൻ എറേഴ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈപ്സ് ആൻഡ് സ്റ്റെപ്സ്, കമ്പ്യൂട്ടേഷൻസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എസ്റ്റിമേഷൻ ആൻഡ് കോൺഫിഡൻസ് ഇന്റർവെൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് എസ്റ്റിമേറ്റർ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ലോസ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. വിത്ത് കാർഡ് ഡൈസ് ഏൺ പ്രോബ്ലംസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിഗ്രഷൻ ആൻഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, ഡെഫിനിഷൻസ്, ടൈപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, മീൻ ആൻഡ് വേരിയൻസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ആയിട്ട് എത്ര അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് സ്കോറിംഗ് ആണ്. സെൻട്രൽ ടെൻഡൻസി ബ്ലോക്ക് 1 യൂണിറ്റ് 3 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 14 ആണ് ആവറേജ് സ്കോർ. ടൈം സീരീസ് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 15 ആണ് ആവറേജ് സ്കോർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 14 ആണ് ആവറേജ് സ്കോർ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ഒരു ആവറേജ് സ്കോർ. ഇൻഡെക്സ് നമ്പേഴ്സ് 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 16 ആണ് ഒരു ആവറേജ് സ്കോർ. എസ്റ്റിമേഷൻസ്, എസ്റ്റിമേറ്റഡ് പ്രോപ്പർട്ടീസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 16 ആണ് ഒരു ആവറേജ് സ്കോർ. പ്രോബിലിറ്റി ലോസ് ആൻഡ് ആപ്ലിക്കേഷൻസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 12 ആണ് ഒരു ആവറേജ് സ്കോർ. റിഗ്രഷൻ ആൻഡ് ലീസ്റ്റ് സ്ക്വയേഴ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 17.3 ആണ് ഒരു ആവറേജ് സ്കോർ മാർക്ക്. നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 14.7 ആണ് ഒരു ആവറേജ് സ്കോർ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 9.3 ആണ് ഒരു ആവറേജ് സ്കോർ. സോ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൈ ചാർട്ട് ആയിട്ട്. 38.1% റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഈ ഒരു ഡിസംബറിലും നമ്മൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് ഒരു 5 minute നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ട് ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. 12 to 14 minutes ലോങ് എസ്സേയ്ക്കും, അതുപോലെ 6 to 8 minutes ന്യൂമറിക്കൽ ടൈപ്പിനും, ഒരു 3 to 4 minutes ഷോർട്ട് ആൻസേഴ്സിന് വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യാം. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം, തിയറീസ്, എക്കണോമിക് യൂസ്, ക്ലോസിംഗ് ലൈൻസ്, ഫോർമുലാസ്, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാൽക്കുലേഷൻസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ബ്ലോക്ക് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ ടെൻഡൻസി ടോപ്പിക് ഒരു 85 പ്രോബബിലിറ്റി ഉണ്ട്, കാറ്റഗറി ഹൈ ആണ്. ബ്ലോക്ക് 2 ബൈവാരിറ്റി ആൻഡ് മൾട്ടിവാരിറ്റി ഡാറ്റ, ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ടോപ്പിക്സ്. 71 ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. റിഗ്രഷൻ മോഡൽസ് 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ലൈഫ് ടേബിൾസ് 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. പ്രോബബിലിറ്റി, ഡെഫിനിഷൻസ് ആൻഡ് ലോസ് 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് 42% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്.
Probability applications 42.9% chance ഉണ്ട് മീഡിയം കാറ്റഗറിയാണ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്സ് 42.9% ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ്. എസ്റ്റിമേഷൻ പോയിന്റ് വേഴ്സസ് ഇന്റർവൽ ആൻഡ് എസ്റ്റിമേറ്റഡ് പ്രോപ്പർട്ടീസ് 42.9% ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ്. പൈസൺ ഡിസ്ട്രിബ്യൂഷന് 28.6% ചാൻസ് ഉണ്ട് ലോ കാറ്റഗറിയാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത്? ഹൈ ചാൻസ് എന്ന് പറയുന്നത് ഹൈ കാറ്റഗറി 70% ചാൻസ് ഉണ്ട്. സോ ഹൈ കാറ്റഗറിയിലുള്ളത് മീൻ മീഡിയൻ മോഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടീമിൽ നിന്നാണ് ചോദിക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ. ഇൻഡെക്സ് നമ്പേഴ്സും ടൈപ്സും സ്റ്റെപ്സും മെത്തേഡ്സും ഒക്കെയാണ് ചോദിക്കുന്നത്. ഈ രണ്ട് ടൈപ്പും 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മീഡിയം 14 to 69% ചാൻസുകളാണ്. ടൈം സീരീസ് കോമ്പോണൻസും മൂവിങ് ആവറേജ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് റിഗ്രഷൻ ടെസ്റ്റ് ഫോംസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ലോ കാറ്റഗറി 40 ചാൻസ് ഉള്ളത് സ്കീനസ് കുത്തോസിസ്, അതുപോലെ തന്നെ ബയസ് തിയറം, ബൈനോമിയൽ പൈസിയൻ, ഷോർട്ട് നോട്ട്സ് ആൻസർ ലെവലിലാണ് ഈ ഒരു ലോ കാറ്റഗറിയിലുള്ള തീംസ് വരുന്നത്. ഇനി ഹൈ ടു മീഡിയം ടോപ്പിക്സ് സെൻട്രൽ ടെൻഡൻസി മീൻ മീഡിയം മോഡ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിഗ്രഷൻ മോഡൽസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലൈഫ് ടേബിൾസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഇതിന്റെ ഡെഫിനിഷൻസും ലോയ്സും 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ഡാറ്റ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്പേർഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ആപ്ലിക്കേഷൻസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റഡി ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സിന് അല്ലെങ്കിൽ തീംസിന് നമ്മൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്യുക. 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് എസ്സേക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, മീഡിയം ടൈപ്പിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം. ആ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേർഡ് ലിമിറ്റ് കൂടെ സൂക്ഷിച്ച് നമ്മൾ ആൻസർ ചെയ്യുക. ഇനി നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാക്സിമം സ്കോർ 100 ആണ്. 3 അവേഴ്സിന്റെ ഉള്ളിലാണ് എഴുതി തീർക്കേണ്ടത്. സോ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ദ സെക്ഷൻസ് ആസ് പെർ ഇൻസ്ട്രക്ഷൻസ്. സോ ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ സൂക്ഷിച്ച് വായിക്കണം. സെക്ഷൻ 1 ഇൻസ്ട്രക്ഷൻ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവാരിറ്റി സമ്മറൈസേഷൻ ആണ്. യൂണിറ്റ് 3 നിന്നുള്ള ഡിഫൈൻ മീൻ മീഡിയൻ മോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹൈ യീൽഡ് ടോപ്പിക് ആണ്. ഡിസ്കസ് ക്രൈറ്റീരിയ ഫോർ ചൂസിങ് എമംഗ് ദം വെൻ ഡിസ്ട്രിബ്യൂഷൻ ഇസ് skewed or has outliers for the data set 1000 in 1000 21 24 18 19 31 27 22 18 25 and 29 26 24 20 33 22. Compute the AM medium mode ST and the coefficient of variation. Comment on which average best to represent the data and why. 12 marks in the question ആണിത്. Second question, index number unit 6 ലാണ്. State the steps in constructing price index and test used to appraise an index. 8 marks ഉണ്ട്. B part, using the table below compute Laspeyres, Pache, Fisher's ideal price indices. Comment briefly on the test. 12 marks in the question ആണ്. So commodities ആയിട്ട് A, B, C, D കൊടുത്തിട്ടുണ്ട്. അതിൽ P0, Q0, P1, Q1 പ്രൈസസ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ. ഓക്കെ, സോ 12 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. തേർഡ് ക്വസ്റ്റ്യൻ എസ്റ്റിമേഷൻ ഓൺ 2 സാമ്പിൾ ഇൻഫറൻസ്. 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ 1 N1 is equal to 12, X1 is equal to 48.6 and S raised to 2 is equal to 25.0. Sample 2 N2 is equal to 10, X2 is equal to 44.1 and S2 is equal to 16.0. So construct a 95% chance confidence interval of mu1 to mu2. Test H0 is equal to mu1 equal to mu2 against two-sided alternative at 5% level. State test statistics, differentiation and interpretations. 10 marks in the question. For the time series analysis, quarterly output for 2 years. Okay. Year 1 110, 98, 120 and 132 കൊടുത്തിട്ടുണ്ട് outputs. Year 2 output 122, 105, 132 and 146. A part, obtain the 4-quarter moving average. Okay, ഈ ഒരു 2 quarterly output 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. Next, compute seasonal indices by the ratio to moving average method and interpret the seasonal pattern. 12 marks in the question ആണ്. Next, answer any 4 questions. 48 ആണ് 12 mark total marks. Probability loss and applications ആണ്. A box has 6 red, 5 blue and 4 green balls. 2 balls are down without replacement. Okay, without replacement ആണ്. Find P of both red
P of one red and one blue. Okay, ഇങ്ങനെ രണ്ടും കിട്ടുന്ന രണ്ട് ഡിഫറെന്റ് സിനാരിയോസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. B, if a third ball is now drawn, what is the probability it is green given that the first two were not green? Sixth question, simple regression ആണ്. Using the data XY, datas കൊടുത്തിട്ടുണ്ട് 2, 5, first 3, 6, 4, 7, 5, 9, 6, 10, 8, 13. A part of the regression of y on x by least squares and report AB. Predict y when x equal to 7 and comment on the sign economic meaning of B. Next, normal distribution ആണ്. A variable x to n 15 and 10 square ആണ്. Compute P 14 less than or equal to x and less than or is equal to 65. B part, determine x naught such that P of x less than or equal to x naught is equal to 0.90. C, briefly state two empirical characteristics of the normal law relevant A to B. Any sampling design another question. A city has a 3 strata by ward size with population N1 is equal to 2000, N2 3000, N3 5000. Propose stratified random sampling plan. B part, for a total sample N is equal to 200. Compute the proportional allocation to each strata and note one advantage and one limitations. Properties of estimators ആണ്. A part, to show that the sample mean is an unbiased estimator of the population mean under SRSWR method. B, define consistency and efficiency and discuss why the mean is preferred to the median for large normal samples. 10th, vital statistics. Given an abridged life table segment, age കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LR sub X 0, 10, 1 lakh, 1, 98,000, 297,000, and 395 and 500. Okay, so compute Q0, Q1, and Q2. B part, using the mid-year approximation, compute L1, L2, and hence E1 to 1 decimal. Consumer price index ആണ്, using the family budget. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെത് 14 ആണ്, ബേസ് പ്രൈസ് 100 ആണ്, കറണ്ട് പ്രൈസ് 118 ആണ്. ഹൗസിംഗ് 20 ആണ്, 100 ബേസ് പ്രൈസ് ആൻഡ് കറണ്ട് പ്രൈസ് 112 ആണ്. ക്ലോത്തിങ് 15 ആണ്, വെയിറ്റ് ബേസ് പ്രൈസ് 100 ആണ്, കറണ്ട് പ്രൈസ് 110 ആണ്. ഫ്യൂൽ ആൻഡ് ലൈറ്റ് 10 ആണ്, ബേസ് പ്രൈസ് 100 ആണ്, കറണ്ട് പ്രൈസ് 113 ആണ്. മിസ്ലേനിയസ് 15 ആണ്, വെയിറ്റഡ് ബേസ് പ്രൈസ് 100 ആണ് ആൻഡ് 120 ആണ് കറണ്ട് പ്രൈസ്. കൺസ്ട്രക്ട് ദ CPI ബൈ അഗ്രിഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ എന്തായാലും ഗോ ത്രൂ ചെയ്യണം. ആപ്പിനകത്തുള്ള ആൻസേഴ്സും അതിന്റെ മാർക്ക് സ്കീം നന്നായിട്ട് ഗോ ത്രൂ ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കണം. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് ബെറ്റർ. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.